എൻ്റെ തന്നെ ജീവിതകഥ ഞാൻ പങ്കുവയ്ക്കുമ്പോൾ 28 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ ആളൂരിൽ നിന്നും അന്ന് സേവനം ചെയ്തിരുന്ന അമ്പഴക്കാട് കൊവേന്തയിലേക്ക് പോവുകയായിരുന്നു. ഇടയ്ക്ക് അപ്രതീക്ഷിതമായി മഴ പെയ്തപ്പോൾ മോട്ടോർ സൈക്കിളിലായിരുന്നു എനിക്ക് ധരിക്കുവാൻ ജാക്കറ്റ് ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത ഒരു വീട്ടിലെ വരാന്തയിൽ കയറി നിന്നു. മധ്യവയസ്കയായ ഒരു സ്ത്രീ പുറമേക്ക് വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ, അകത്ത് കിടന്നിരിക്കാം. ഞാൻ ചോദിച്ചു, ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, അമ്മയുണ്ടെന്ന് പറഞ്ഞു, ഭർത്താവിൻ്റെ അമ്മ. ഞാൻ ആ വീട്ടിൽ കയറി ചെന്നു. അപ്പോൾ ഭർത്താവിൻ്റെ അമ്മ നിറപുഞ്ചിരിയോടെ കിടക്കയിൽ കിടക്കുകയാണ്. എന്താണാവോ അമ്മ എഴുന്നേറ്റ് സ്തുതി തരാത്തത് എന്ന് എനിക്ക് തോന്നി. സുസ്മേരവദനായ അമ്മ എനിക്ക് സ്തുതി തന്നു. അപ്പോൾ മരുമകൾ പറഞ്ഞു, അച്ഛാ, അമ്മയുടെ 2 കാലും തളർന്നു കിടക്കാണ്, അതുകൊണ്ട് എഴുന്നേക്കാൻ പറ്റാത്ത. ഈ അമ്മച്ചിയുടെ മുഖത്ത് നോക്കിയാൽ ഒരിക്കലും ഒരു നിരാശയോ തമ്പുരാൻ എന്തുകൊണ്ടാണ് എനിക്ക് വെച്ചതെന്നോ ഒരിക്കലും ആർക്കും പറയാൻ സാധിക്കില്ല. അത്ര മനോഹരമായ പുഞ്ചിരിയാണ് ഈ അമ്മച്ചിയുടെ മുഖത്ത് നിന്ന് എനിക്ക് വന്നത്. എനിക്ക് തോന്നുന്നു വിശുദ്ധ മറിയ ത്രേസ്യ ഈ പുത്തച്ചിറയിലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി. അത് ഓർക്കണം, 150 വർഷമായി വിശുദ്ധ മറിയ ത്രേസ്യ ജനിച്ചിട്ട്. ആ കാലഘട്ടത്തിൽ ഇന്നുണ്ടായ യാത്രാ സൗകര്യങ്ങളുമില്ല. ഓരോ വീടുകളിലും കയറി ചെന്ന് ഞാൻ കണ്ട പോലെ രോഗികളും വിഷമം അനുഭവിക്കുന്നവരുടെ അടുത്ത് ചെന്ന് അവർക്ക് നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് നയിക്കുവാൻ വലിയ ഒരു മാർഗദീപമായി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. ഞാനിന്ന് രാവിലെ തൃശ്ശൂർ പ്രൊഫഷണൽ ഹൗസിൽ വെച്ച് ഒരച്ഛനോട് ചോദിച്ചു, മറിയ ത്രേസ്യയെ പറ്റി, അമ്മയെ പറ്റി എന്താ പറയേണ്ടത്? ലിൻഡോ കാഞ്ഞിത്തറ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. യോഗാട്ടി ഭവനത്തിൽ വെച്ച് ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിയത് അച്ഛനായിരുന്നു, ലിൻഡോ അച്ഛൻ. ഞാൻ എന്നും മറിയ ത്രേസ്യയോട് പ്രാർത്ഥിക്കും, ഈ പഠനത്തിൻ്റെ കുറവ് കൊണ്ട് എന്നെ വീട്ടിലേക്ക് വിടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അച്ഛൻ അന്ന് പ്രീ-ഡിഗ്രി പഠിക്കാൻ വേണ്ടി ഹെൽത്ത് സെൻറ്റ് ബർക്കുമെൻസ് യോഗാട്ടി ഭവനത്തിൽ ചെന്നു. എല്ലാ ദിവസവും മറിയ ത്രേസ്യ അമ്മയോട് പ്രാർത്ഥിച്ചു. എൻ്റെ അച്ഛൻ പറയായിരുന്നു, അന്ന് ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് ഹെൽത്ത് സെൻറ്റ് ലൂഷ്യസ് കോളേജിലുണ്ടായിരുന്ന യോഗാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ലിൻഡോ അച്ഛൻ പാസ്സായെങ്കിൽ അന്ന് മറിയ ത്രേസ്യ അമ്മയോട് പ്രാർത്ഥിച്ചതിലാണെന്ന് ഇന്നും അച്ഛൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും റെക്കോർഡോടുകൂടി 2.5 വർഷത്തിനുള്ളിൽ അച്ഛൻ PhD തീർക്കുകയാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മറിയ ത്രേസ്യ എല്ലാ കുട്ടികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും തനിക്ക് കഴിയുന്ന വിധം വീടുകളിൽ ചെന്ന് മക്കളെ ഗുണപാഠങ്ങൾ പഠിപ്പിച്ച് പ്രാർത്ഥിക്കുവാനും അവരെ ജീവിത മാർഗത്തിലേക്ക് നയിക്കുവാനും ചെയ്തതിൻ്റെ വലിയ പുണ്യമല്ലേ ഇന്ന് പുത്തിച്ചിറയ്ക്ക് അനുഗ്രഹമായി മാറിയത്. ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ കൂടെയുള്ള സഹയാത്രികരോട് പറയുകയായിരുന്നു, നീയും ഒരിക്കൽ വിശുദ്ധ ജീവിതം നയിച്ച് വിശുദ്ധനായാൽ, ഇന്ന് ചെറിയ ഗ്രാമത്തിലാണ് പയ്യനുള്ളത്, ഇന്ന് ആ നാട് ഈ പുത്തിച്ചിറ പോലെ വണ്ടികളെ കൊണ്ട് നിറയും. വന്ന വണ്ടി കഷ്ടപ്പെട്ട വന്നത്. കാരണം പുത്തിച്ചിറ ദേശത്തെ ഇത്ര പ്രസിദ്ധമാക്കിയത് നമ്മളാരുമല്ല, നമ്മിൽ നിന്ന് മറിഞ്ഞുപോയി ഇന്ന് അന്തിമ വിശ്രമം കൊള്ളുന്ന മറിയ ത്രേസ്യ അമ്മയാണ്.